ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi Sensei. Hi. ഈ ഓവർ പെർഫെക്റ്റ് അത് പെർഫെക്ഷനിസം കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്തത്? നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, പെർഫെക്റ്റ് ആവുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതൊന്ന് ഓവർകം ചെയ്യാൻ എന്താ ചെയ്യാ? ഇപ്പൊ ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു കമ്പനിയിൽ നമ്മൾ അതിനായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കും, ഇപ്പൊ ഞാൻ MMJയിൽ സംസാരിക്കല് ഭയങ്കര കുറവാണ്. അപ്പൊ അതിന് നമ്മളിങ്ങനെ ഓവർ പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അതിപ്പോ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ടില്ല എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ നമ്മളത് പ്രോക്രാസ്റ്റിനേഷനിൽ പോവുകയാണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, നിങ്ങൾ ആരാന്ന് പറയണ്ട. നിങ്ങൾ മിറർ നോക്കാറുണ്ടോ? കണ്ണാടി നോക്കാറുണ്ടോ? ഓക്കെ, അതെ. കണ്ണാടി നോക്കിയിട്ട് കറക്ഷൻസ് ഒക്കെ നടത്താറുണ്ടോ? മുടിയെങ്കിലും മുടി, അല്ലെങ്കിൽ സ്കിന്ന് ഒന്ന് കറക്ഷൻ ചെയ്യാറുണ്ടോ? അത് ചെയ്യാത്ത ഒരാളുണ്ടാവില്ല. റൈറ്റ്? ഞാൻ ഇവിടെ വന്നൊരു ക്യാമറ മുമ്പിൽ ഇരിക്കണതിന് മുമ്പ് ഞാനും കണ്ണാടി നോക്കിയിട്ടാണ് വന്ന് ഇരുന്നിട്ടുള്ളത്, അല്ലേ? കറക്ഷൻസ് എല്ലാവരും ചെയ്യും. ഒരു കറക്ഷൻ ചെയ്യേണ്ട അർത്ഥം എന്താണ്? ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് എന്നല്ലേ? ശരിയല്ലേ? പെർഫെക്റ്റ് അല്ലാത്ത കാര്യമല്ലേ നമ്മൾ കറക്ഷൻ ചെയ്യുന്നത്. ലോകത്ത് ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ടില്ല. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദർ ഇസ് നത്തിങ് ഇൻ ദ വേൾഡ് ദാറ്റ്സ് പെർഫെക്റ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു റെസ്പെക്ട് ഇൻപെർഫെക്ഷൻ. ഇൻപെർഫെക്ഷൻ എങ്ങനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി വെയിറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല, ഇപ്പോൾ ഐഫോണൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല. ഐഫോൺ ഇപ്പോൾ 15 എന്തൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഐഫോൺ ഒരു കാലത്ത് 1 ഉണ്ടായിരുന്നുള്ളൂ. അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളത് അവരുടെ മാനുഫാക്ചേഴ്സിന് അറിയാം അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഐഫോൺ 2ഉം 3ഉം 4ഉം 5ഉം 15 ഒക്കെ എത്തിയത്. ഇപ്പോൾ നാളെ 16 ഉണ്ടാവും. കാരണം അവർക്കറിയാം ഈവൻ 15 പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ വേൾഡ് ഇസ് ചേഞ്ചിങ്. ഇസ് ദാറ്റ് കറക്റ്റ്? ശരിയല്ലേ? Be unmuted. I want to speak to you. World is changing. Taste മാറിക്കൊണ്ടിരിക്കല്ലേ? ആൾക്കാരുടെ അറിവ് മാറിക്കൊണ്ടിരിക്കല്ലേ? ഇന്നലത്തെ നിങ്ങളുടെ പെർഫെക്ഷന് ഇന്ന് പെർഫെക്റ്റ് ആണോ? ആണോ? ഇന്നലത്തെ നിങ്ങളുടെ പെർഫെക്ഷൻ ഇന്ന് പെർഫെക്റ്റ് ആണോ? ഓക്കെ. ഒരു മമ്മൂട്ടിന്റെ ഒരു മൂവി എടുക്കുക, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു മൂവി എടുക്കുക, എന്നിട്ട് അവർക്ക് ഒരു പഴയ മൂവി എടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും കാണാൻ നിൽക്കില്ല. കാരണം അവരെ അവയർനെസ് മാറിയിരിക്കണ്, അവരുടെ തോട്ട് പ്രോസസ്സ് മാറിയിരിക്കണം. അത് കാണുമ്പോൾ പറയാം, അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് ഇത് കാണുന്നത്. യു ആർ വിത്ത് മീ? കാരണം അന്ന് അത് പെർഫെക്റ്റ് ആയിരുന്നു, അവർ ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ കാലം കഴിയുമ്പോഴേക്കും ആ പെർഫെക്ഷന് കറക്റ്റ് ആവാതാവും. കാരണം ഇപ്പൊ നമ്മൾ അറിവ് കൂട്ടിക്കണം. യു അഗ്രി ടു ദാറ്റ്? സോ ടെൽ മീ, എവിടെയാണ് നിങ്ങൾ ഈ പെർഫെക്ഷനിസത്തിന്റെ ബാക്കിൽ പോണത്? വിച്ച് ഏരിയ ഓഫ് യുവർ ലൈഫ് യു സ്ട്രഗിൾ വിത്ത് പെർഫെക്ഷൻ? അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ ഇതിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ഇന്ന് നമുക്കുള്ള ഒരു അവയർനെസ്, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ വേറൊരു വീഡിയോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണില്ല നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാനുണ്ട്. അപ്പൊ നമ്മൾ ഉള്ള പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാൻ, നമുക്ക് പ്രസന്റ്ലി ഉള്ള പൊട്ടൻഷ്യൽ വെച്ചിട്ട് പോലും നമ്മൾ ആക്ഷൻ എടുക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് പോവാണ്. അതാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അറിവ് കൂടുന്തോറും നമ്മളിങ്ങനെ പിന്നെയും അയ്യോ ഞാനിതിനായിട്ടില്ല, പിന്നെയും നമ്മൾ വീണ്ടും അറിവ് കൂടാൻ നോക്കും. അപ്പൊ വീണ്ടും തോന്നും ഞാനിതിനായിട്ടില്ല, നെക്സ്റ്റ് ടൈം നോക്കാം എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ 3 P പഠിക്കേണ്ടത്. 3 P. I want everyone to write down 3 P. ഒരു P നിങ്ങളെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യുന്ന സാധനം. സംതിങ് ദറ്റ് ഡിലേസ് യു ഫ്രം സ്റ്റാർട്ടിങ്. അതാണ് ആദ്യത്തെ P. രണ്ടാമത്തെ P, ഒരു സാധനം ഫിനിഷ് ചെയ്യണമെന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാം. 2 things. So the first P will stop you from starting and the second P would stop you from finishing. ആദ്യത്തെ P നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നാളെ എന്നുള്ളത്. രണ്ടാമത്തെ ഫിനിഷ് ചെയ്യാൻ നിങ്ങളെ ഡിലേ ചെയ്യുന്ന നമ്മൾ പെർഫെക്ഷനിസം അല്ല ബീങ് പെർഫെക്റ്റ് എന്ന് പറയാം. ഇത് ആയിട്ടില്ല, കുറച്ചും കൂടെ നന്നാവണം എന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പെർഫെക്ഷന് വേണ്ടി കാത്തിക്കണം. ഇത് രണ്ടും തെറ്റാണ്.
Do you agree? Yes, Sensei. Okay, but there is one thing that you have to focus on. പെർഫെക്ഷൻസത്തിലല്ല ഫോക്കസ് ഉണ്ട്, നിങ്ങൾ മൂന്നാമത്തെ പിയില ഫോക്കസ് ഉണ്ട്. ആ മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രോഗ്രസ് ആണ്. ആം ഐ ഗ്രോയിങ്? ഇന്ന് ഇതേ അറിയുള്ളൂ, എനിക്കറിയാം ഇതിനെക്കാട്ടും നന്നായിട്ട് എനിക്ക് ചെയ്യാം, അതിന് വേറെ എക്യുപ്മെൻറ്റ് വേണം, വേറെ കോണ്ടന്റ് വേണം, വേറെ ക്യാമറ വേണം. പക്ഷേ എനിക്ക് ഇന്നത്തെ അനുസരിച്ച് ദിസ് ഇസ് ഓക്കെ ഫോർ മീ, ലെറ്റ് മീ സ്റ്റാർട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് വന്നൂടെ? ഗ്രാജുവലി ക്യാൻ യു ഡു ദാറ്റ്? Yes, Sensei. Always focus on progress. Never focus on perfection. Never focus on being procrastination. Never focus or never be a procrastinator. Progress എന്നാ നോക്കാം. നിങ്ങൾ ചോദിക്കേണ്ടത് ഒരു മാസം മുമ്പ് ഇറക്കിയ വീഡിയോനേക്കാളും നന്നായിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ നിങ്ങളോടിപ്പോൾ സംസാരിക്കുമ്പം ഞാൻ ഇന്ന് എൻ്റെ സ്റ്റുഡിയോൻ്റെ ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. കാരണം എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു 2 ആഴ്ച ആയിട്ടുള്ള എടുക്കുന്ന അതിൽ ലൈറ്റിങ് കറക്റ്റ് ആയിട്ടില്ല. ഇപ്പം ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ കാണുന്നില്ല, എനിക്ക് ക്യാമറയിൽ എനിക്ക് ഇന്നെ മാത്രം കാണുന്നുള്ളൂ, വലിയ സ്ക്രീനിൽ ഞാൻ ഇന്നെ മാത്രം കാണുള്ളൂ. ഇപ്പം എനിക്ക് കാണുന്നുണ്ട് എൻ്റെ ഒരു കോളിൽ എൻ്റെ ഗ്ലാസസിൽ ഗ്ലെയർ വരുന്ന എനിക്ക് കാണുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല, ഗ്ലെയർ വരുന്ന ഇപ്പം കാണുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും നന്നായിട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈറ്റിംഗ് ഒക്കെ മാറ്റിയിട്ടുള്ളത്. യു വിത്ത് മീ? Yes, Sensei. അത് നാളെ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നും ഇതിനേക്കാളും നന്നാക്കാന്നുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി കാത്തിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഗ്ലെയർ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതായത് പെർഫെക്റ്റ് അല്ല. ഞാൻ ഇപ്പം ഇന്ന് എടുക്കുന്ന വീഡിയോ പെർഫെക്റ്റ് അല്ല, കാരണം ഗ്ലെയർ വേണ്ടി എൻ്റെ ഗ്ലാസ്സിൽ ഗ്ലെയർ വരുന്നത് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഗ്ലെയർ മാറ്റി നിർത്തിയിട്ടൊക്കെ ഈ ഒരു സെഷൻ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെർഫെക്ഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ടൈം വേസ്റ്റ് ആവും, എനിക്കും ടൈം വേസ്റ്റ് ആവും. ശരിയല്ലേ? Yes, Sensei. അപ്പോൾ തെറ്റാന്ന് മനസ്സിലായിക്കൊണ്ട്, തെറ്റുന്നല്ല പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പോലും ഞാൻ അറിവോടുകൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. So always ask yourself, are you wasting your time on perfection? Are you wasting your time on procrastination? Or are you growing and are you moving forward? അതിൻ്റെ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ലോജിക്കലായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഒരു വ്യക്തി, 2 വ്യക്തികൾ എടുക്കാം. 2 വ്യക്തികളും ഒരു 20 കിലോ കുറക്കാനുള്ള, ഈ എക്സാമ്പിൾ ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഈവൻ ഹ്യൂമാക്സ് കാലിക്കറ്റ് വെച്ചെടുത്തൊരു എക്സാമ്പിളായത്. അതായത് ഒരു വ്യക്തിക്ക് 20 കിലോ കുറക്കണം എന്ന് വിചാരിക്കുക, 2 വ്യക്തികൾക്ക്. ആ 2 വ്യക്തികളും ഒരു മാസം അവർ നന്നായി ട്രെയിൻ ചെയ്തു, ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്തെന്ന് വിചാരിക്കുക. അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം അവർ വന്നിട്ട് വെയിങ് മെഷീനിൽ നിൽക്കുമെന്ന് വിചാരിക്കുക. വെയിങ് മെഷീനിൽ അവർ വെയ് ചെയ്യുമ്പം 20 കിലോ കുറയുന്നതിന് പകരം 500 ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വ്യക്തി ആ 500 ഗ്രാമിലേക്ക് നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ്. ദാറ്റ് മീൻസ് അയ്യോ എനിക്ക് ഇനി 19.5 കിലോ കൂടെ കുറക്കാനുണ്ടല്ലോ, ഇത്രയും ഞാൻ ചെയ്തിട്ട്, ഇത്രയും ഞാൻ ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്തിട്ട് പോലും 500 ഗ്രാം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ള സങ്കടമാണ് ആദ്യത്തെ വ്യക്തിക്ക്. ഹി വോണ്ട്സ് ടു ബി പെർഫെക്റ്റ്. രണ്ടാമത്തെ വ്യക്തി എന്താ ചെയ്തെന്നറിയോ? അയാൾ നോക്കിയിട്ട് പറഞ്ഞ് 500 ഗ്രാമേ അയാൾക്കും കുറഞ്ഞിട്ടുള്ളൂ. ആൾ നോക്കിയിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ ആദ്യത്തേക്കാളും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, 500 ഗ്രാം ഞാൻ കുറഞ്ഞിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ വ്യക്തി അത് തുടർന്ന് പോയിട്ട് ഒരു ദിവസം ആ വ്യക്തിക്ക് 20 കിലോ കുറക്കാൻ പറ്റും, പക്ഷെ ആദ്യത്തെ വ്യക്തി അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വൈ? ബിക്കോസ് ഹി വാസ് ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ ആൻഡ് വാണ്ടഡ് ടു ലൂസ് മോർ. മനസ്സിലായോ? സോ എപ്പോഴും നമ്മൾ നോക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഗ്രസ്സിലാണ്. പ്രോഗ്രസ് ചെയ്യണ്ടോ അത് ചെയ്യാം. അത് പെർഫെക്റ്റ് ആവണമെന്നില്ല, പെർഫെക്റ്റേ അല്ല, ഉറപ്പാണ് പെർഫെക്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ യു കീപ്പ് ഓൺ വിത്ത് ദാറ്റ്. അവിടെയാണ് കൺസിസ്റ്റൻസി വരില്ല, അവിടെയാണ് മൊമെൻറ്റം വരില്ല. ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പെർഫെക്ഷൻ ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സർജറിക്ക് പോകുന്നു വിചാരിക്കുക. ഓക്കെ, സർജറിക്ക് പോകുമ്പം ആ ഒരു സർജന് പെർഫെക്റ്റ് ആവണ്ടേ? അല്ലെങ്കിൽ നിങ്ങളെ കഥ കഴിഞ്ഞില്ലേ? അതെ, നമ്പർ 1. സോ അവിടെ പെർഫെക്റ്റ്. നമ്പർ 2 എക്സാമ്പിൾ, ഒരു പൈലറ്റ് പെർഫെക്റ്റ് ആവണ്ടേ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ? ഓക്കെ. നമ്പർ 3 ഒരു സ്നൈപ്പർ, ഒരു ഗവൺമെന്റിന്റെ ഒരു സ്നൈപ്പർ ഒരാളെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അയാളെ ഷൂട്ട് ചെയ്യണം. അയാൾ പെർഫെക്റ്റ് ആവണ്ടേ? അയാൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അയാൾ പിടിച്ചിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ മരിക്കുക. ഒന്ന് അങ്ങോട്ടും തിരിഞ്ഞാൽ മതി, അടുത്ത ആളായിരിക്കും മരിക്കുക. മരിക്കാൻ പാടില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ മരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചില പ്രൊഫഷനിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, ചില പ്രൊഫഷനിൽ പെർഫെക്റ്റ് ആയി. ഇപ്പോൾ നമ്മൾ ആ സർജൻ എടുക്കാം. ആ സർജൻ ജീവിതം കംപ്ലീറ്റ് പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അയാൾ ഒരു പേഷ്യന്റ് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? പേഷ്യന്റ് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് we can treat them.
ഹി ക്യാൻ ട്രീറ്റ്, ഇറ്റ് ഡസൻ മാറ്റർ. പക്ഷേ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പെർഫെക്ഷൻ്റെ കാര്യം പറഞ്ഞത്. Yes, yes, sir. Is that correct? So Yes. don't waste your time on perfection. What are the 3 lessons that you learned? Tell me. എന്താണ് 3 ലെസൺസ് ഇവിടുന്ന് പഠിച്ചത്? Number 1, പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. that's correct. Number 2, Just start with whatever the potential which is having. beautiful. Just start. Number 3, And in certain cases, അതായത് പെർഫെക്ഷൻ ആവശ്യം വരുന്ന ഒരു സ്റ്റേജിൽ ആ ഒരു കണ്ടീഷനിൽ വി ഹാവ് ടു ടേക്ക് ഓവർ കെയർ ആൻഡ് absolutely. നൈക്കിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? which one? നൈക്കിന്റെ പരസ്യം എന്താണ്? ഒരു ഷൂസ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്താണ് നൈക്കി ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ടുള്ളത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓൺ ചെയ്യാം, മൈക്ക് ഓൺ ചെയ്ത് പറയാം. Just do it. Just do it. Just do it. Don't wait. Thank you very much. Just do it. Don't wait for perfection. അതാണ് അവർ അത് എടുത്തിട്ടില്ല. Just do it. Do it എന്നല്ല പറഞ്ഞത്. Do it എന്നല്ല പറഞ്ഞത്. Just do it. Perfection ഒക്കെ പിന്നീട് വരും. Did I answer your question? Yes, sensei. Happy? Happy. Good. Next caller, please.